ലോകത്തെ മുൾമുനയിൽ നിർത്തി പശ്ചിമേഷ്യൻ സംഘർഷം തുടരുകയാണ്. കനത്ത ആക്രമണമാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്നത്. ഇറാനിൽ യുഎസും ഇസ്രയേലും ശക്തമായ ആക്രമണവുമായി മുന്നോട്ടു പോകുന്നു. യുഎസിന്റെയും ഇസ്രയേലിന്റെയും ചെയ്തികൾക്ക് ദുരിതം അനുഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. വലിയൊരു വൈരുദ്ധ്യമാണത്. അതിനിടെ ഇറാനിലെ ബുഷഹർ ആണവ പ്ലാന്റിനെ ലക്ഷ്യമിട്ട് ഇസ്രയേലും യുഎസും നിരന്തരം ആക്രമണം നടത്തുന്നു. ഇതിനകം 4 തവണ ആണവ പ്ലാന്റിൽ യുഎസ് ഇസ്രയേൽ ആക്രമണം ഉണ്ടായതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അറിയിച്ചു. ആക്രമണത്തിൽ ആണവ നിലയത്തിന് കേടുപാടുകൾ പറ്റിയെന്ന ആശങ്ക ഉയർത്തുന്ന വിവരവും ഇറാൻ വിദേശകാര്യമന്ത്രി പങ്കുവച്ചു. ഇനിയും ആക്രമണം തുടർന്നാൽ അത് ഗൾഫ് മേഖലയ്ക്ക് വലിയ ഭീഷണിയായി മാറുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. ആണവ നിലയത്തിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ പുറത്തു വന്നാൽ അത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് ഇറാൻ മാത്രമല്ലെന്നും ഗൾഫ് രാജ്യങ്ങളും കൂടിയാണെന്നും അബ്ബാസ് അരാഗ്ചി പറയുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ യുദ്ധം നീണ്ടുപോയാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. ഇപ്പോൾ പോലും വലിയ ആശങ്കയിലാണ് ഈ മേഖല. ആദ്യം യുഎസിന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെയാണ് ആക്രമണം ഇറാൻ നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഈ രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണം തുടങ്ങി. മാത്രമല്ല, ഇറാനിലെ ആണവ പ്ലാന്റുകളാണ് യുഎസും ഇസ്രയേലും ലക്ഷ്യമിടുന്നത്. ആണവ പ്ലാന്റുകൾക്ക് കേടുപാടുകൾ പറ്റിയാൽ അത് ഇറാനൊപ്പം ഗൾഫ് മേഖലയെയും ബാധിക്കും. ഈ മുന്നറിയിപ്പാണ് അബ്ബാസ് അരാഗ്ചി നൽകുന്നത്. അതിനിടെ ആശങ്കയുയർത്തുന്ന ഒരു വിവരം പുറത്തു വന്നു. ആണവ നിലയത്തിന്റെ ഏറ്റവും അടുത്ത് മിസൈലുകൾ പതിച്ചെന്ന വിവരമാണത്. വിവരം പങ്കുവച്ചത് രാജ്യാന്തര ആണവോർജ ഏജൻസിയും. ആണവ നിലയത്തിന് സമീപം മിസൈലുകൾ പതിച്ചതായി ഇറാൻ അറിയിച്ചതായി രാജ്യാന്തര ആണവോർജ ഏജൻസിയും സ്ഥിരീകരിച്ചതോടെ വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ വ്യക്തമാണ്. ഇത് 4ാം തവണയാണ് ഇവിടം ആക്രമിക്കപ്പെടുന്നതെന്നും ആക്രമണത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ചതായും ഇറാൻ അറിയിച്ചതായി IAEA വ്യക്തമാക്കി. ആണവ നിലയങ്ങളോ അതിന്റെ പരിസരങ്ങളോ ആക്രമിക്കരുതെന്നും ഇപ്പോഴത്തെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നും IAEA ഡയറക്ടർ ജനറൽ റാഫേൽ മാരിയാനോ ഗ്രോസി പറഞ്ഞു. ഇതിനിടെ ബുഷഹർ ആണവ പ്ലാന്റിൽ നിന്ന് റഷ്യ കൂടുതൽ ജീവനക്കാരെ പിൻവലിച്ചു. ഞായറാഴ്ച മാത്രം 198 ജീവനക്കാരെയാണ് റഷ്യ തിരികെ വിളിച്ചത്. ആശങ്ക ഉയർത്തുന്നത് ഒരു ആണവ ബോംബിന് മുകളിൽ ഇരിക്കുകയാണ് ഗൾഫ് മേഖല എന്ന വസ്തുതയാണ്. ഇനിയും യുദ്ധം നീണ്ടാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റില്ല.